ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? എന്തൊരു ചോദ്യമാണ് അത്. വൈറലാകാനിട്ട വീഡിയോ പിന്നെ വൈറലാകത്തില്ലേ? വൈറലായെന്നേ, നിങ്ങൾ അറിഞ്ഞില്ലേ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ അത് ഞാനാണത്. അത് ചേട്ടാ. കിട്ടി 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 കിട്ടി. ചേട്ടനെയും കിട്ടി, ചേച്ചീനെയും കിട്ടി. അപ്പൊ എന്താ വിഷയം എന്നല്ലേ, നമ്മുടെ RJ ബിൻസി കൊച്ചിന്റെയും അനിയത്തി മരിയ കൊച്ചിന്റെയും ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെന്നേ. അതായത് ബിൻസി കൊച്ച് എന്തോ ഒരു കഷ്ടകാല നേരത്ത് അനിയത്തിനെ കയറി അങ്ങ് കടിച്ചു പറിക്കുകയോ എന്തൊക്കെയോ മാന്തി പൊളിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു കാണും. കാരണം എന്താണെന്നറിയാമോ, അവർ ആ ഒരു വീഡിയോ ഇട്ട് കുറച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ആൾക്കാർ അതങ്ങ് ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ലേ, സോഷ്യൽ മീഡിയ അല്ലേ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വെറുതെ വിടുവോ? നമുക്ക് കിട്ടുന്നൊരു കണ്ടന്റ് അല്ലേ, അങ്ങ് കിട്ടി ചെയ്തു. ഞാൻ കാണിച്ചു തരാം ആ ഒരു വീഡിയോ എന്താണെന്നുള്ളത്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഇതിൻ്റെ ഒരു പുതിയ ചാനലാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, സംഭവം ഇത് പ്രാങ്ക് ആണെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ കൊച്ചിൻ്റെ കൈയൊക്കെ കടിച്ചു വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പലരും പറയുന്നത് കണ്ണീര് വരുന്നില്ല, കള്ളക്കരച്ചിലാണെന്നുള്ള തരത്തിലൊക്കെയാണ്. അപ്പം ആ ഒരു ടോപ്പിക്, അതായത് ഇത്തരത്തിലുള്ള കമൻസുകൾ കണ്ടതുകൊണ്ടാണ് ആദ്യം അവരുടെ അങ്ങനെ ഒരു കോമഡി വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത്. പക്ഷേ അവരെ വിഷമിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കള്ളത്തരമാണോ എന്നുള്ളതല്ല, അത് സത്യമാണെങ്കിൽ ബിൻസി കൊച്ച് വന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായി. ആ ഒരു വീഡിയോ അവർ മുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്രാങ്ക് ആണ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യാൻ ഇട്ട് കൊടുക്കേണ്ട ഒരു വിഷയമായിരുന്നുവെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുമ്പോൾ ആൾക്കാർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാവുന്നേ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വെറുതെ വിടുമോ? അവർക്ക് ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. അതെടുത്ത് അവൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കും. എത്ര ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇട്ട സെക്കൻഡിൽ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവരുടെ ചാനലിലൊന്നും ഈ ഒരു വീഡിയോ കാണുന്നില്ല. പക്ഷേ ബിൻസി കൊച്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ മരിയ കൊച്ച് ബ്രസീലിന് വേണ്ടിയിട്ട് കരയുന്നതും പിഴിയുന്നതിൻ്റെ ഒക്കെ, അതായത് ഒരു കോമഡി തരത്തിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും ബിൻസി ആരോട് പറഞ്ഞിട്ടില്ല. അപ്പം ഇത് സത്യമാണെങ്കിൽ തന്നെ ഇത് സ്വമേധയെ കേസെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇവിടെ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ തുണിയൊക്കെ മാറ്റി കാണിക്കുന്നുണ്ട്, ഇവിടെ മാന്തി കീറിയിട്ടുണ്ട്, കൈയൊക്കെ കടിച്ച് പറിച്ചിട്ടുണ്ട്. അതായത് ഒരു പീഡനം എന്ന് പറയുന്ന വാക്കാണോ ശരി? അതായത് ആ കൊച്ചിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും ആ രീതിക്കൊക്കെ ഉപദ്രവിച്ച രീതിക്കാണ് ആ കൊച്ചു വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു വീഡിയോ മുക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി കേസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണോ എന്താണോ ആ ഒരു വീഡിയോ മുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം അവരുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ, മറ്റേ സൈഡ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. അല്ലാതെ അത് കണ്ണടച്ച ഒരു കോമഡി അല്ലെങ്കിൽ ഒരു തമാശ എന്ന് പറഞ്ഞ രീതി വിടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ ആ കുട്ടി ഷെയർ ചെയ്യുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. അതായത് RJ ബിൻസി പാട്ടും വെച്ച് സന്തോഷിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഫേക്കാണോ സത്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ എനിക്കൊരു ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയും വേദനയോടുകൂടി ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയണമെങ്കിൽ അതിലൊക്കെ കുറേ സത്യാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന്. അതായത് വീഡിയോ എടുക്കാൻ മാത്രമേ എന്നോട് സ്നേഹം കാണിക്കാറുള്ളൂ, ഇത് ചെറുപ്പം മുതലേ ഞാൻ അനുഭവിക്കുന്നതാണെന്നാണ് ആ കുട്ടി പറയുന്നത്. ഇവളുടെ വീഡിയോ കണ്ട് ഇവളെ വിശ്വസിക്കരുത്, ഇതെല്ലാം ഇവൾ വെറും കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത്. അതായത് ആ കുട്ടിക്ക് ഏറ്റവും ഉപദ്രവം എന്ന് പറയുന്നത്, അല്ലെ ആ കുട്ടിയെ ഉപദ്രവിച്ച രീതി ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചെറിയ ഒരു നിസ്സാര കാര്യമായിട്ടല്ല. അതായത് മുടി പിടിച്ചു വലിച്ചു, മാന്തി, കടിച്ചു, വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവരൊരു വീഡിയോ മുക്കാനായിട്ടുണ്ടായ മെയിൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കുട്ടിയെ ഇത്രത്തോളം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടി പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് RJ ബിൻസിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും, എന്തും കാണിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടി ഇപ്പം നടത്തിയൊരു ആരോപണം അത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അതിന് എന്തൊക്കെയോ സത്യാവസ്ഥയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത്
കയ്യിൽ കടിച്ച പാട് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഇങ്ങനെ കരിവാളിച്ച് കിടക്കുന്നുണ്ട്. അത് കാണുന്നവർക്ക് ആർക്കായാലും മനസ്സിലാവും. ഒരു പ്രാങ്കാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും അത്തരത്തിലൊരു പാട് അവിടെ വരാനായിട്ട് സാധ്യതയില്ല. പ്രാങ്ക് ആയിരുന്നുവെങ്കിൽ RJ ബിൻസി അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് ദിവസം അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ എത്ര കാലം വൈറലായിട്ട് ഓടും എന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഇതിനെന്തായാലും ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ആ കുട്ടിയുടെ അനുഭവം എന്തായാലും, അല്ലെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു വേദന കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് വേണം ആദ്യം മനസ്സിലാക്കാനായിട്ട്. ഇനി RJ ബിൻസി അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായ ഒരു നടപടി RJ ബിൻസിക്കെതിരെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.